ഇതിൽ അപ്ലിക്കേഷൻ ടൈമിൽ ഞാൻ A to Z കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതല്ല എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതെല്ലാവർക്കും RRB ജൂനിയർ എഞ്ചിനീയർ CN4 പാർട്ട് 2026ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം, അതേപോലെ ഏത് സോണാണ് നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് RRBയിൽ എങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു സോണിലേക്ക് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് എങ്ങനെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഒന്നാമതായിട്ട് ആധാർ കാർഡ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ആവശ്യമാണ്. സോ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോമിൽ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡേറ്റ എൻ്റർ ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതായത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നീട് നിങ്ങൾ ഒരുപാട് ഡേറ്റാസ് എൻ്റർ ചെയ്യാനുണ്ടല്ലേ, അതെല്ലാം എൻ്റർ ചെയ്യുന്നത് ആസ് പെർ SSLC ബുക്ക് ആയിരിക്കണം. സോ SSLC ബുക്കിലുള്ള അതേ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. ആധാർ കാർഡോ മറ്റു ഡോക്യുമെന്റോ അല്ല, SSLC ബുക്കിലുള്ള പോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂയിങ് നമ്പർ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. സർട്ടിഫിക്കറ്റിൽ എത്ര പെർസെന്റേജ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ അവിടെ ചോദിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതാം. ദെൻ നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി അല്ല എന്ന് കരുതുക. റിസർവേഷൻ കാറ്റഗറിയിലാണെങ്കിൽ, OBC ആണെങ്കിൽ, SC/ST ആണെങ്കിൽ, EWS സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. സോ ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ ടൈമിൽ ചോദിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 500 റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ ഫീ. പക്ഷെ അതിൽ OBC കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ 250 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്. SC/ST കാറ്റഗറിയിലാണെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എക്സാം എഴുതി കഴിഞ്ഞാൽ. സോ ആ റീഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ കരുതുക. സോ ഇത്രയും കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഒരു സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യമില്ല, ലൈവ് ആയിട്ടുള്ള ഇമേജ് ക്യാപ്ചറിങ് ആണുള്ളത്. സോ അത് ലൈവ് ആയിട്ട് അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്യുകയാണ്. എന്നാൽ സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബോക്സിൽ നിങ്ങൾ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ഈ ഒരു സൈസിലേക്ക്, അതായത് റിക്വയർഡ് സൈസിലേക്ക് 140x60 പിക്സൽ സൈസിലേക്ക്, ഈ 30 KB മുതൽ 50 KB വരെയുള്ള സൈസിലേക്ക് അതിനെ റീസൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് ചെയ്യാൻ. അതൊക്കെ ഓൺലൈനായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽഡ് സെഷൻസിലേക്ക് പോകാൻ നേരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. RRB ജൂനിയർ എഞ്ചിനീയറിന്റെ അപ്ലിക്കേഷൻസിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് നിങ്ങൾ ബ്രൗസറിൽ RRB അപ്ലൈ ഓൺലൈൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ ആ ലിങ്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഇന്റർഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കിനകത്ത് ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്നത് CN4/2026 റിക്രൂട്ട്മെന്റ് ഫോർ ദ വേരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിൻ്റെത്. അപ്പൊ നമുക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഞാൻ ഇത് ലൈവായിട്ട് ചെയ്യുന്ന വീഡിയോ തന്നെ കാണിച്ചിരുന്നത്. അതായത് ഞാൻ ഈ അപ്ലിക്കേഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്കറിയാം, റെയിൽവേന്റെ എക്സാംസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി റെയിൽവേ എക്സാംസുകൾക്ക് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഈ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതായത് ലോഗിൻ വിത്ത് ആധാർ, അതേപോലെ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആധാർ വെച്ച് ചെയ്താൽ മതി, എല്ലാവരുടെ കയ്യിലും ആധാർ നമ്പർ ഉള്ളതുകൊണ്ട് അത് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സെലക്ട് ദ നാഷണാലിറ്റി, അതേപോലെ തന്നെ ഫുൾ നെയിം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിയേറ്റ് എൻ അക്കൗണ്ട് ഫോമിൽ നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങളൊന്നും പിന്നീട് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഒരു സ്റ്റേജിലും, റിക്രൂട്ട്മെന്റിന്റെ ഒരു സ്റ്റേജിലും നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. സോ
ഏറ്റവും അധികം ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളൊരു ഒരു കഫേലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരെ മാത്രം റിലേ ചെയ്യരുത്, നിങ്ങൾ അത് ക്രോസ് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ നെയിം ആസ് പെർ 10th സർട്ടിഫിക്കറ്റ് ആണ്. 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ വീണ്ടും റീടൈപ്പ് ചെയ്യാം. ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം എന്നുള്ളടുത്ത് യെസ് ഓർ നോ കൊടുക്കുക. ദെൻ എന്താ വരുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്. വളരെ ക്രൂഷ്യൽ ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അതേപോലെ വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുണ്ട്, ജെൻഡർ സെലക്ട് ചെയ്യാനുണ്ട്, ദെൻ വീണ്ടും സെലക്ട് ചെയ്യാനുണ്ട്. ഫാദേഴ്സ് നെയിം അത് 10th സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ നിങ്ങൾ കൊടുക്കട്ടോ. അപ്പൊ അതാ കാരണം നിങ്ങൾ വെരിഫിക്കേഷന്റെ ടൈമിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവുക 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണുള്ളത് അതുപോലെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. സോ 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ ഫാദേഴ്സ് നെയിമും കൊടുക്കുക, അതേപോലെ തന്നെ മദേഴ്സ് നെയിമും അതേപോലെ നിങ്ങൾ കൊടുക്കുക. ഇനി കോൺടാക്ട് ഇൻഫർമേഷനിൽ നിങ്ങൾ ആദ്യം ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അപ്പൊ ഇമെയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിലിനെ കൊടുത്തോളൂ. കാരണം ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഇമെയിലിലൂടെ വരുന്നുണ്ടാവും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇമെയിൽ OTP കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ടാവും. അപ്പൊ അതിൽ ഒരു OTP വരും. അതിനുശേഷം വെരിഫൈ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഈ വെരിഫൈ ചെയ്യാനുള്ളത് വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡും ഉണ്ട്, വെരിഫിക്കേഷൻ ത്രൂ ഡിജി ലോക്കർ ഉണ്ട്, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ്, അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിലേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് തന്നെയാണ്. കാരണം ആധാർ കാർഡ് വെരിഫൈ ചെയ്യാത്ത ആളുകൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആധാർ കാർഡ്, എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. സോ ആധാർ കാർഡ് ത്രൂ തന്നെ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാം, അത് കൺഫേം ചെയ്യാം. ആൻഡ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രിവ്യൂ അക്കൗണ്ട് ഫോം കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോമിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ വിത്ത് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ നമുക്ക് ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുണ്ട് അല്ലെ. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാണ്. ഞാൻ ആ OTP വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററീസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ടാവും. അതായത് ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഏതാ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നിട്ടുണ്ട്, കാറ്റഗറി നമ്പർ 4/2026 ജൂനിയർ എഞ്ചിനീയർ വന്നിട്ടുണ്ട്, 3/2020 സെക്ഷൻ കൺട്രോളർ. ഇത് രണ്ടുമാണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ്, മോഡിഫിക്കേഷൻ ലിങ്കിൽ നിങ്ങൾ മുമ്പ് മോഡിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷൻ തന്നെ എടുക്കുകയാണ്. അപ്പൊ അതിൽ നമ്മളിവിടെ ആദ്യം തന്നെ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ ഒരു സോൺ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചിനും കാറ്റഗറി വൈസും ബ്രാഞ്ച് വൈസും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയതിന് ശേഷം സോൺ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരിക്കൽ സെലക്ട് ചെയ്ത സോൺ പിന്നീട് മാറ്റാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. മോഡിഫിക്കേഷൻ ടൈമിൽ ഒന്നും മാറ്റാൻ കഴിയില്ല. അത് ആദ്യം തന്നെ സെലക്ട് ചെയ്യും വേണം. അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ട്രിവാൻഡ്രം തന്നെ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് സോൺ വേണമെങ്കിലും സെലക്ട് ചെയ്യട്ടോ. ഞാൻ ഇവിടെ തിരുവനന്തപുരം തന്നെ സെലക്ട് ചെയ്യാണ്. ആൻഡ് ഐ എം നോട്ട് കറന്റ്ലി ഡിബാർഡ് എനി RRB കൊടുത്തു. ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് കെയർഫുള്ളി റീഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദെൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ വിൻഡോയിലേക്കാണ് എത്തുന്നുണ്ടാവുക. ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇതിൽ ഓൾറെഡി നമ്മൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ഇതിൽ ഓൾറെഡി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോമിൽ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. സോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ ഇതിൽ ചില കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ വീണ്ടും കൊടുക്കണം. മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കണം. ദെൻ റിലീജിയൻ നിങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെ ഡു യു വിഷ് ടു അവൈൽ ഫീ എക്സംഷൻ, അതായത് മൈനോറിറ്റീസിനും SC STക്ക് എന്താണ് ഫീ എക്സംഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫീ എക്സംഷൻ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ മദർ ടങ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. മദർ ടങ് സെലക്ട് ചെയ്യാം. ചോയ്സ് ഓഫ് ലാംഗ്വേജ്, അപ്പൊ നിങ്ങളെ
ചോയ്സ് ഓഫ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലാംഗ്വേജ് എന്തായാലും എന്താണ് ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടാവും. പിന്നെയും നമ്മൾ ഇംഗ്ലീഷിന് കൊടുക്കുന്നത് നല്ലത്, കാരണം നമ്മൾ ഇംഗ്ലീഷിനാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ദെൻ പെർമനന്റ് മാർക്ക് എന്താന്നുള്ളത്, അതെന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെയും പെർമനന്റ് മാർക്ക് എന്താന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദെൻ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. അൺറിസർവ്ഡ് ആണെങ്കിൽ UR ST OBC. അപ്പൊ നമ്മൾ OBC കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, OBC കൊടുക്കുകയാണെങ്കിൽ only those community which are recognized by Central Government of India Act as SC, ST, OBC, non-criminal are eligible for reservation of recruitment എന്ന് പറഞ്ഞിട്ടുണ്ട്. I understand and agree കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ OBC നോൺ ക്രീമിലെയർ തന്നെ സെലക്ട് ചെയ്യണം നിങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ക്രീമിലെയറിന് മാത്രമേ റിസർവേഷൻ വരുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? ഒന്ന് നെയിം ഓഫ് ദ കാസ്റ്റ് നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, നെയിം ഓഫ് ദ കാസ്റ്റ് ആസ് അവൈൽ ഇൻ ദ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നെയിം ഓഫ് ദ കാസ്റ്റ് അവിടെ കൊടുക്കുകയാണ്. ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, അതായത് നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ OBC നോൺ ക്രീമിലെയർ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എടുക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ആവൂ. ഇനി അതല്ല, ഓൾറെഡി ALP എക്സാമിന് വേണ്ടിയൊക്കെ എടുത്തു വെച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു OBC നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കണം. സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പൊ ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾ കൊടുക്കുക. ദെൻ ഇഷ്യൂയിങ് അതോറിറ്റി, അത് തഹസീൽദാർ ആയിരിക്കും, മിക്കവാറും തഹസീൽദാർ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇഷ്യൂയിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ August 1 എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, തഹസീൽദാർ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാവും. അതൊരു ഫയൽ നമ്പർ പോലത്തെ ഒരു നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ആ നമ്പറാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്രസ് ആണ്, അത് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു അഡ്രസ് തന്നെയാണ്. ആ ടിക്കറ്റ് എടുത്താൽ മതി. ടിക്ക് ഇഫ് പെർമനന്റ് അഡ്രസ് സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ത് ചെയ്യാണ്, കൈയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ദ ഡേറ്റ ഇസ് ഫെച്ച്ഡ് ഫ്രം യുവർ പ്രീവിയസ് ഡേറ്റ, ചെക്ക് ദ ഡീറ്റെയിൽസ് ടു പ്രൊസീഡ് ഫർദർ എന്നുള്ളതാണ്. ഓൾറെഡി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഡിഫൻസ് സർവീസ് മാൻ നോ കൊടുത്തു. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി നോ കൊടുത്തു. സ്ക്രൈബ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്, നോ കൊടുത്തു. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, നോ കൊടുത്തു. അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേ നോ കൊടുത്തു. കറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ നമ്പർ സീഡഡ് വിത്ത് എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 12 ഡിജിറ്റ് ആധാർ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു റീഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ആധാർ നമ്പറാണ് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവിടെ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണ് എന്നുള്ളത് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇനി ചേഞ്ച് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ബാങ്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അത് ഞാൻ എന്ത് ചെയ്യാണ്, സേവ് കൊടുക്കുകയാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ SSLC ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ അഡീഷണലി നമ്മൾ വീണ്ടും അടുത്ത ക്വാളിഫിക്കേഷൻ കൊടുക്കണം അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഇതിൽ ബാച്ചിലർ ഓഫ് സയൻസ് മെട്രിക്കുലേഷൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡിപ്ലോമ ഉണ്ട്. അപ്പൊ ഞാൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുത്തു. അപ്പോൾ ഏത് സ്ട്രീമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുകയാണ്. അവിടെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തു. നെയിം ഓഫ് ദ കോഴ്സ് എക്സിസ്റ്റിംഗ് ഓൺ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇലക്ട്രിക്കൽ തന്നെ കൊടുത്തുട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കൊടുക്കുകയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കൊടുത്തു. ദെൻ സ്റ്റേറ്റ് നമ്മൾ കേരള കൊടുത്തു. ഡിസ്ട്രിക്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഡിസ്ട്രിക്ട് നിങ്ങൾ കൊടുക്കാം. ഞാൻ കാലിക്കറ്റ് കൊടുത്തു. നെയിം ഓഫ് ദ കോളേജ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഫുള്ളായിട്ട് എൻ്റർ ചെയ്യാം. ദെൻ ഡേറ്റ് ഓഫ് പാസിങ് ഞാൻ പറയാണ്, ഏത് ഇയർ ആണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏത് മന്ത് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതാണോ അതിനനുസരിച്ചുള്ള കൊടുക്കാം. എന്ത് ചെയ്യാണ്, പെർസെൻറ്റേജ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷൻ ഇതിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് SSLCയും അതേപോലെ തന്നെ നിങ്ങൾ ഡിഗ്രിയും കൂടി ആഡ് ചെയ്താൽ മതി. +2 ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇത് തന്നെ ആഡ് ചെയ്താൽ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ ആഡ് ചെയ്യാം. +2 ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. മെട്രിക്കുലേഷൻ ഓർ SSLCയും പിന്നെ എഞ്ചിനീയറിംഗും ആണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി.
ഇനി ഡിപ്ലോമ ഉള്ള ആളുകളാണെങ്കിൽ ഡിപ്ലോമയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. സോ ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതേപോലെ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക്കേഷൻ ഫോർ ഫോട്ടോഗ്രാഫ്: dress in non-white clothing, preferably in dark colors to maintain contrast with the background പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് കളറുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞു. ചൂസ് എ ലൊക്കേഷൻ വിത്ത് ഗുഡ് ലൈറ്റിംഗ് ആൻഡ് പ്ലെയിൻ അൺക്ലട്ടേർഡ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ട്. Ensure that the camera is positioned at eye level before capturing the photograph. Position your directly in front of the camera and look straight ahead with a neutral expression. Make sure your entire face is clearly visible and centered within the frame shown by the application module. അതേപോലെ ensure that your face is neither too close nor too far away from the camera and no part of the head or face is outside the delineated frame എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ do not wear cap, mask, glasses, spectacles while capturing the photograph. The candidate appearance during the examination must match the photograph submitted with the application എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ലൈവ് ക്യാപ്ചറിംഗിലേക്ക് പോവാണ്. ഓക്കെ, ഇതിൽ ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിട്ടുണ്ട്. You are allowed to capture only 3 times within 5 minutes. Sit in a well sit area in front of a light colored background. Sit in the center. Align your face with a red circle. Do not move. Proceed only if all instructions are clear. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ലൈവ് ഇമേജ് കൊടുക്കുകയാണ്. ആർ യു എ ട്വിൻ? നോ കൊടുത്തു. ക്യാപ്ചർ ലൈവ് ഇമേജ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, പ്ലീസ് അപ്ലോഡ് എ ഫോട്ടോ വിത്ത് എ പ്ലെയിൻ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് എന്റെ ബാക്ക് സൈഡിൽ ഉള്ളത് ഒരു ഗ്രീൻ സ്ക്രീൻ ആണ് അല്ലേ. അപ്പൊ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ലൈവ് ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലാപ്ടോപ്പിന്റെ വെബ് ക്യാം ഉപയോഗിച്ച് 2-3 തവണ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അത് എന്താണ്, ക്യാമറ ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്, അത് എന്താകുന്നില്ല, അക്സെപ്റ്റ് ആകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ എടുത്തു, അതായത് ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സ്കാൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ RRBയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ ലോഗിൻ ആവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, the applicant has to sign on white paper with a black ink pen within a box size of 50 mm by 20 mm. The signature must be in running handwriting, cursive or joint letters, not in black and black capital, block or capital or disjointed എന്ന് പറഞ്ഞിട്ടുണ്ട്. The image should be JPG or JPEG format. Dimension 50 mm by 20 mm or 140 by 60 pixel ആണ് പറഞ്ഞിരിക്കുന്നത്. Size of the file should be between 30 KB to 49 KB. The signature must be of the application only and not any other person എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പെസിഫിക്കേഷനിലുള്ള സിഗ്നേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇമേജ് എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സിഗ്നേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഐ ഹാവ് അപ്ലോഡഡ് മൈ ഓൺ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് കൊടുക്കുക. ദെൻ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ദെൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു തിരുവനന്തപുരം സോൺ സെലക്ട് ചെയ്തതുകൊണ്ട് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സെലക്റ്റഡ് സോൺ ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ്, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ TRD, ജൂനിയർ എഞ്ചിനീയർ കാരേജ് ആൻഡ് വാഗൻ. ഈ 3 പോസ്റ്റുകളിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ട്രിവാൻഡ്രത്ത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചെന്നൈ സോണോ അല്ലെങ്കിൽ മറ്റു സോൺസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പോസ്റ്റുകൾ ഇൻക്ലൂഡിങ് DMS, ട്രാക്ക് മെഷീൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, അപ്ലൈ ചെയ്യാനുണ്ടാവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആദ്യം ജനറൽ സർവീസ് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ തന്നെയുള്ള TRD കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കാരേജ് ആൻഡ് വാഗൻ ഈ ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഓർഡർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ദെൻ ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡേഴ്സ് ഓഫ് പ്രിഫറൻസ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ സെലക്ട് എലിജിബിൾ എക്സാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗം നിങ്ങളെ ഒരു ബ്രാഞ്ചസിനനുസരിച്ചുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേസ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ പ്ലേസ് കൊടുത്തു. ദെൻ അവിടെ നമ്മുടെ സിഗ്നേച്ചർ ഒക്കെ വന്നിട്ടുണ്ടാവും. പ്രിവ്യൂ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് നിങ്ങൾ പോവാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു പ്രിവ്യൂ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ഹാവ് റീചെക്ഡ് ആൻഡ് ദ എബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഫോർ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു, സബ്മിറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ ഫീ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് RS 500 ആണ് ഇവിടെ എമൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പേ ചെയ്യാൻ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ വിത്ത് SBI ePay എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ്. അഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൊസീഡ് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിങ് ഓപ്ഷനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതല്ല ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ അതിന്റെ ഡെബിറ്റ് കാർഡ് നമ്പർ, നെയിം ഓഫ് കാർഡ് ഹോൾഡർ, അതേപോലെ സാധാരണ നമ്മളൊരു ഇതിൽ കൊടുക്കുന്ന രീതിയിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പേ നൗ കൊടുത്ത് ഒരു OTP വരുന്നുണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. സോ അപ്ലിക്കേഷന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അപ്ലിക്കേഷൻ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. എല്ലാ കമന്റ്സിനും നമ്മൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിലും, അതായത് ഇതിൽ അപ്ലിക്കേഷൻ ടൈമിൽ ഞാൻ A to Z കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതല്ല എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും. സോ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ എക്സാം ഒരുപാട് ദൂരെയൊന്നും ആയിരിക്കില്ല. ഈ വർഷം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ എൻട്രിയോടൊപ്പം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ പുതിയ ബാച്ചും പുതിയ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. അതുപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.